ഗതാഗത മന്ത്രി കെ.വി. ഗണേഷ് കുമാർ കൊല്ലത്ത് KSRTC ബസ് തടഞ്ഞ സംഭവം പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. അതായത് പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ വാഹനത്തിൽ കൂട്ടിയിട്ടതാണ് മന്ത്രിയെ ചൂടിപ്പിച്ചത്. ഇപ്പോൾ ആ സംഭവത്തിൽപ്പെട്ട ആ ബസ്സിലെ ഡ്രൈവറെയും കണ്ടക്ടറെയും സ്ഥലം മാറ്റിയിരിക്കുകയാണ്. പൊൻകുന്നം ഡിപ്പോയിലെ ഡ്രൈവർ ജെയ്മോൻ ജോസഫിനെ പുതുക്കാട് ഡിപ്പോയിലേക്കാണ് മാറ്റിയത്. വിവരങ്ങൾ AK സ്റ്റെഫിൻ നൽകും. സ്റ്റെഫിൻ, എന്തായാലും മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഒരു വാഹനം വൃത്തിയായി സൂക്ഷിക്കേണ്ട ആവശ്യകതയൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. പക്ഷേ ഇതിൻ്റെ പേരിൽ ഒരു സ്ഥലമാറ്റടക്കമുള്ള വലിയ നടപടികളിലേക്ക് പോകണമായിരുന്നോ, അതോ കൃത്യമായൊരു താക്കീത് നൽകിയാണോ വേണ്ടത്? എന്താണ് യൂണിയനുകളുടെ ഇടയിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളോ പ്രതികരണങ്ങളോ ഉണ്ടോ ഇക്കാര്യത്തിൽ? ദിവീഷ്, ഈ വണ്ടി തടഞ്ഞു നിർത്തിയ ആ സമയം തന്നെ മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു ഇത്തരത്തിൽ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ യൂണിയനും അതോടൊപ്പം തന്നെ ഈ പല നേതാക്കളും എല്ലാം വിചാരിച്ചിരിക്കുന്നത് ഒരു താക്കീതിനപ്പുറത്തേക്ക് മറ്റ് കാര്യമായ നടപടികളിലേക്ക് പോകും എന്ന് കരുതിയിരുന്നില്ല. പക്ഷേ ഏതായാലും സ്ഥലമാറ്റത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഈ ഡ്രൈവറെയും അതോടൊപ്പം തന്നെ കണ്ടക്ടറെയും തൃശ്ശൂരിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഒപ്പം തന്നെ പൊൻകുന്നം ഡിപ്പോയിലെ വെഹിക്കിൾ സൂപ്പർവൈസറെയും സ്ഥലം മാറ്റിയിട്ടുണ്ട്. അങ്ങനെ കർശനമായൊരു നടപടിയിലേക്കാണ് നീങ്ങുന്നത്. യൂണിയൻ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്നുള്ളത്, ആകെ ഒരു കുപ്പി ആ വാഹനത്തിൽ പല വണ്ടികളിലും കൊണ്ടുപോകാൻ കഴിയും. കൂടുതൽ ഒരു ലോങ് ട്രിപ്പൊക്കെ പോകുന്ന വണ്ടിയിൽ ഒരു 1-2 കുപ്പി അധികം കൊണ്ടുപോകണമെങ്കിൽ, വെള്ളം കൊണ്ടുപോകണമെങ്കിൽ എങ്ങനെ കഴിയുമെന്നുള്ളതാണ് ചോദിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴും പല ബസ്സുകളിലും ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതെല്ലാം മുന്നിൽ നിൽക്കെയാണ് ഈ ഡ്രൈവറോടും അതോടൊപ്പം തന്നെ കണ്ടക്ടറോടുമുള്ള നടപടി ഉണ്ടായിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധം അതിനെതിരെ ഉയരുമെന്ന കാര്യവും ഉറപ്പാണ്.